മിഠായാണ് കേട്ടോ ഗൈസ്. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ശരണ്യയുടെ വീട്ടിലേക്ക് ഇന്ന് ഉത്രാടായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ ശരണ്യയുടെ വീട്ടിലേക്ക് ഓണം ആഘോഷിക്കാൻ വന്നേക്കാണ്. എൻ്റെ വെൽക്കം ടു എൻ്റെ വീട്. എന്തൊക്കെ ആശയങ്ങളല്ലേ. ശരണ്യെ വിളിക്കുന്നു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വിളിച്ചു, ഒരുപാട് സന്തോഷമായി. ഞാൻ പോണോ രണ്ട് മനസ്സിൽ എന്തായാലും ചേച്ചി വരണം, വരാതിരിക്കരുത് പറഞ്ഞ് മെസ്സേജാണ്. അങ്ങനെ ഞാനും ശരണ്യൻ്റെ വീട്ടിൽ പോയി. ഒരുപാട് സന്തോഷം. നമ്മളെ വിളിക്കാനുള്ള മനസ്സ് കാണിച്ചു. എനിക്ക് വെച്ചാൽ നമ്മളെ ഫ്രണ്ടുകൾ മൊത്തം മുസ്ലിംസാണ്, ഹിന്ദു ഫ്രണ്ട് എന്ന് പറയാനില്ല. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമായി. അതായത് ഫ്രണ്ടായിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മളെ ശരണ്യ നമ്മൾ ക്ഷണിക്കുന്നത്. അപ്പോൾ പോയി ഫുഡൊക്കെ കഴിച്ചു. എന്തായാലും അടിപൊളി സദ്യയാണ്. എൻ്റെ പൊന്നേ, ഈ ഹിന്ദുക്കളെ സമ്മതിക്കണിട്ട് എന്തോരം വിഭവങ്ങൾ അവരുണ്ടാക്കണമെന്നറിയോ. സത്യം പറഞ്ഞാൽ നമ്മൾ നെട്ടിപ്പോവും കണ്ടു കഴിഞ്ഞാൽ. എന്തായാലും നല്ല അത്യുഗ്രൻ. പിന്നെ പായസത്തിനെ കുറിച്ച് പറയാനില്ല, ഒരു രക്ഷയില്ല കേട്ടോ. സെറ്റ് പാൽപ്പായസം പൊള്ളിച്ച പൊളി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ സദ്യ കഴിച്ച് വയറ് പൊട്ടാനായിരിക്കണു. അത്ര പോലും സദ്യ കഴിച്ചിരിക്കണു. അയ്യോ എന്നെ കണ്ടില്ല. എൻ്റെ പുറകുവശം മുകളിൽ ആരുമില്ല, കുറേ നേരം അവിടെ ഇരിക്കണം. അപ്പോൾ ചുമ്മാ ഒന്നും ഇങ്ങോട്ട് കയറിയതാണ്. നല്ല രസമായ സ്ഥലം കേട്ടോ, അടിപൊളിയുണ്ട്. നല്ല ഭംഗി, വലിയ സിറ്റ് ഔട്ടൊക്കെ ആയിട്ട് എന്തൊരു രസമെന്ന് പറയുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു തണുപ്പുള്ളൊരു ഏരിയ. ഞാനിങ്ങോട്ട് കയറി വന്നു വീഡിയോ എടുക്കട്ടെ പറഞ്ഞിട്ട്. നല്ല രസമുണ്ട്, നല്ല തണുപ്പും. സാധാ നോർമൽ ലുക്കിലാണ് വന്നത്. ഞാൻ ചോറയിച്ചിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് വയറ് പൊട്ടാനായിരിക്കും. അല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ മഴ തന്നെ സ്കൂട്ടിയിൽ ഞാൻ വരേണ്ടി വന്നു തന്നെ. സുഖസുന്ദരമായിട്ട് വന്നു. പറയ് എന്ത് ഉണ്ടായിരിക്കുന്ന ഗ്രൂപ്പിൽ അത് ശരിയായി. വേലിയും കോലും മതിലും ഒന്നും ഇല്ലാത്ത വീടാണ് ഗൈസ്. ഉണ്ടോ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഏട്ടൻ്റെയും അനിയൻ്റെയും വീടാണ് ഇത്. ശരണ്യയുടെ അപ്പുറത്തെ അനിയൻ്റെ വീട്. ഫ്രണ്ടിൽ പച്ചക്കറി കൃഷി വെച്ചിരിക്കുന്നത്. ഇത് അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എന്ത് ക്ലീനാക്കിയിട്ട് അവർ വെച്ചിരിക്കുന്ന വീടെന്ന് അറിയോ. പൊളിച്ചു, അടിപൊളിയായിട്ടുണ്ട്. പയർ, വെണ്ട, വഴുതനങ്ങ, വാഴ, എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അതെ, അപ്പോൾ രണ്ട് ഭാഗമാക്കി വെച്ചിരിക്കുന്നത്. അതെ, അഫ്സൽ പോവുകയാണ് ഗൈസ്. അതെ, അപ്പോൾ നമ്മളെ കുഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്വന്തം ഷംന ലക്കടി. ഓക്കെ, ബൈ.